ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഒക്ടോബർ മാസഫലമാണ്. അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. അപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം, ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ. രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ. അതൊരു വീഡിയോയുടെ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. മിഥുന രാശി മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുക. ഈ മിഥുന രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ഒക്ടോബർ മാസം 2024 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യാഴം 12 നിൽക്കുന്ന സമയമാണ്. ഓക്കെ, ചെലവുകളൊക്കെ ധാരാളം ഉണ്ടാകുന്ന സമയമാണ്. 12 വ്യാഴം നമുക്ക് ശുഭ ചെലവുകളൊക്കെ ചിന്തിക്കാൻ സമയമാണ്. ഒത്തിരി ശുഭ ചെലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്ക് അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടുതലുള്ള സമയമാണ്. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. നമുക്ക് ജോലി ഒന്ന് മാറിയാലോ, ഒരു തൊഴിലൊന്ന് മാറി നോക്കിയാലോ, അല്ലെങ്കിൽ ഞാൻ വേറൊന്ന് മാറ്റി പരീക്ഷിച്ച് നോക്കിയാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന ടൈം തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തത മനസ്സിലാകുന്ന സമയമാണ്. അതുപോലെ തന്നെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കായാലും നിങ്ങൾക്കൊരു വ്യക്തത ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് കേട്ടോ. അപ്പൊ അതും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പൊതുവെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്. വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ബിസിനസ് ചെയ്യുന്നവർക്കായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങൾക്കായാലും ചിന്ത ഉണ്ടാവും, ഞാൻ പുതിയ പാർട്ണറുമായിട്ടൊരു കോൺട്രാക്ട് എഗ്രി ചെയ്താലോ, അല്ലെങ്കിൽ ഈ പാനലിലേക്ക് വേറെ പാനലിൽ പോയാലോ, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നിർത്തി വേറെ ബിസിനസ് തുടങ്ങിയാലോ എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാറ്റി വേറെ പ്രൊഡക്റ്റിലോട്ട് മാറിയാലോ എന്ന ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ 20-ാം തീയതി കുജൻ 2-ലേക്ക് വരുന്ന സമയമാണ്. നമുക്ക് ആ സമയത്ത് എന്താ വെച്ചാൽ ഇമോഷനിൽ നമുക്ക് അത്ര കൺട്രോൾ ഉണ്ടാവില്ല. സോ അത് റിലേറ്റഡ് ആയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിയാടുന്ന സ്വഭാവക്കാര്, പ്രകൃതിക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. എടുത്തിയാട്ടങ്ങളൊന്നും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി എടുത്തിയാട്ടങ്ങളൊന്നും കുറയ്ക്കാൻ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശുക്രനും ബുധനും കൂടെ ഒന്നിക്കുന്ന സമയമാണ്. 5-ല് ശുക്രൻ വരുന്നത് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള തക്കവണ്ണമുള്ള പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുണ്ട്. നമുക്കതിൽ തന്നെ ഓപ്ഷൻസ് കിട്ടാൻ, അല്ലെങ്കിൽ ഒന്നിലധികം നമുക്ക് അങ്ങനെ മനസ്സിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ കിട്ടുകയും അതിൽ നിന്ന് ആരെയാണോ വേണ്ടതെന്ന് നമുക്ക് ജീവിത പങ്കാളിയായിട്ട് ആരെയാണോ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വേഗത്തിൽ നമുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞ പോലെ എടുത്തിയാട്ടങ്ങൾ അതൊന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുറെ കഴിവുകൾ, നിങ്ങളുടെ കുറെ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു സഹായം വേണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ സഹായം മറ്റുള്ളവർക്ക് ആവശ്യമായി വരുന്നൊരു മാസമായിരിക്കും ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയാം. സോ നമുക്ക് ഒരു സ്ട്രെസ്, അതുപോലെ ടെൻഷൻസ് ഒക്കെ ഒന്ന് വർദ്ധിക്കുന്ന ടൈം കൂടിയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ബുധൻ ഉച്ചത്തിൽ വരുന്ന സമയമാണ്. കേതുവിനോട് യോഗവും ചെയ്ത് വരുന്ന സമയമാണ്. വിദ്യാകാര്യങ്ങളും ജ്ഞാനകാര്യങ്ങളൊക്കെ ഒന്നിക്കുന്നൊരു ടൈം തന്നെയാണ് അല്ലെ. അപ്പം ബുധനും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. സൂര്യനും യോഗം ചെയ്യുന്ന ടൈമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഒരു സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാവുന്ന സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. ഒത്തിരി ഗുണമോ ഒത്തിരി ദോഷമോ ഇല്ലാത്തൊരു ടൈമാണ്. ഒരു സമ്മിശ്ര ഫലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ പരിശ്രമത്തിന് കൃത്യമായ ഒരു റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. സോ പരിശ്രമിക്കുക. പരീക്ഷയ്ക്ക് എഴുതാൻ നിൽക്കുന്നവരെ, പ്രിപ്പയർ ചെയ്യുന്നവരെ യാതൊരു രീതിയിലും മടിക്കണ്ട. പോർക്കാസ്റ്റിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അന്നെടുത്ത് മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളോ അഡിഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ പറ്റും. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് കുഴപ്പങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അതൊരു രോഗമായി മാറാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ, അനാവശ്യ ചിന്തകൾ, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ അലർജി റിലേറ്റഡ് ആയിട്ട് ചെറിയ പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻ റിലേറ്റഡ് ചില പ്രശ്നങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉഷ്ണം അല്ലെങ്കിൽ ചൂട് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസം കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലഗ്നാളും ചന്ദ്രാളും ഫലം കണ്ടിട്ട് നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലുമൊക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ, അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ, ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്, മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക. അല്ലെങ്കിൽ നമ്മൾ ലഗ്നാൾ മാത്രം കണ്ടു, ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ലഗ്നാളും ചന്ദ്രാളും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചുകൂടി നല്ല അക്യൂറേറ്റ് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ്, ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ടായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് ഫലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പ്രഡിക്ഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ നടത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു, ഒരു ഓഫീസ് തുടങ്ങുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് നമ്മുടെ മന്ത്ലി പ്രഡിക്ഷൻ എടുത്ത് നോക്കുന്നു, നല്ലതായിരിക്കും. ഓക്കെ, ആ മാസത്തിൽ ഞാൻ ചെയ്താൽ കൊള്ളാവോ, നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ട് കേട്ടോ. ഇപ്പൊ 2 രാശിയുടെ ഫലം കണ്ടവർ, ഇപ്പൊ ലഗ്നം മേടമാണ്, ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ 2 ഫലം കാണും, മേടത്തിന്റെ ഇടവത്തിന്റെയും. നീ തുലാം വൃശ്ചികമാണെങ്കിൽ തുലാം വൃശ്ചികമാണ്, നീ മേടം മീനുമാണെങ്കിൽ മേടം മീനും കാണും, ഇനി മേടം തുലാമാണെങ്കിൽ മേടം തുലാമിന്റെ ഫലം കാണുക. ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ലഗ്നവും ചന്ദ്രനും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി നല്ലൊരു തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഏലസുകൾ ധരിച്ചു, യന്ത്രങ്ങൾ ധരിച്ചു. ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി നമുക്കുണ്ട് അല്ലെ, ഇതിനൊരു ഊർജ്ജമുണ്ട്, എനർജി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ, അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ, ഇഷ്ടദേവത ഏതാണോ, ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ നിലവിൽ മാറ്റം വരുത്തുന്നൊന്നും നീല ഞാൻ പറയില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഇത് കലിയുഗമാണ് അല്ലെ. നാമസങ്കീർത്തനം നടത്തിയ, ഇപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജകളോ ഒന്നും അറിയില്ല, നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത്. നാമസങ്കീർത്തനം മതി. കലിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് ചെയ്താൽ മതി. എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് ആലോചിക്കുക, സന്ധ്യ നേരത്ത് എല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വരാരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാൾ ഇത് ചെയ്തു നോക്കിയേ, ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും, നമുക്കും പറ്റും. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടത് പറ്റാത്ത വരണേ, നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല, പ്രാർത്ഥനയില്ല. നമുക്ക് എന്താണ് 2 മണി വരെ ഇരിക്കാനും മടിയില്ല, 3 മണി വരെ ഇരിക്കാനും മടിയില്ല, 4 മണി വരെ ഇരിക്കാനും മടിയില്ല രാത്രി അല്ലേ. എന്തുകൊണ്ടായി ഫോൺ കൊണ്ടിരിക്കാൻ. ഓക്കെ, ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ, ഒരു 15 മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന് മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലേ. അപ്പം വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി. അങ്ങനെ ഒരു 21 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കി, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ ആണ് കണ്ടത് ആ വീഡിയോയുടെ താരെ വന്ന് അതിന്റെ ഒരു മാറ്റം, ഒരു എക്സ്ചേഞ്ച് എന്താണോ ഒന്ന് താരെ കമന്റ് ചെയ്യുക. എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം
ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ ഒരു വിളക്ക് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ? ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് ഹോമം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിട് മേടിച്ചു വെക്കാം. അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലെ. അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി ഉണ്ടല്ലേ. അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അല്ല താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി, നിങ്ങളുടെ ലൈഫിൽ എല്ലാവരും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക, അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം. നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, മന്ത്ലി പ്രഡിക്ഷന് ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ്. കാരണം നമ്മുടെ ചാനലിൽ 25,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് കാറ്റഗറൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട്. കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ, മന്ത്ലി പ്രഡിക്ഷനോ അങ്ങനെ പ്രഡിക്ഷൻസ് ഒന്നും അല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിരിക്കും കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.